ആഷിഖ് ഉസ്മാൻ പ്രൊഡ്യൂസ് ചെയ്ത് നവാഗതനായ നഹാസ് നാസർ സംവിധാനം ചെയ്ത അഡിയോസ് അമിഗോ. അഡിയോസ് അമിഗോ എന്ന് പറഞ്ഞാൽ ഗുഡ് ബൈ മൈ ഫ്രണ്ട്, ടാറ്റ ബൈ ബൈ എന്നൊക്കെ പറയുന്ന ഒരു മീനിങ് ആണ്. അപ്പം അത് തന്നെയാണ്, ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥയാണ്. ആസിഫ് അലി, സുരാജ് വെഞ്ഞാറമൂട് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച അഡിയോസ് അമിഗോ ഒരു വ്യത്യസ്ത സ്വഭാവക്കാരായ രണ്ടുപേര്. അതായത് ആസിഫിൻ്റെ ക്യാരക്ടർ ആണെങ്കിൽ ഒരു കോടീശ്വരനാണ്, ഫുൾ ടൈം വെള്ളമടിച്ച് നടക്കുന്ന, ആരെ കണ്ടാലും അങ്ങോട്ട് ഇടിച്ച് കയറി സംസാരിച്ച് കമ്പനി ആവുന്ന അങ്ങനെ ഒരു ക്യാരക്ടർ. സുരാജിൻ്റെ ആണെങ്കിൽ കുറച്ച് ഫാമിലി ഇഷ്യൂസ്, കുറച്ച് പ്രാരാബ്ദമൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഇവരൊരു സാഹചര്യത്തിൽ അവിചാരിതമായിട്ട് കണ്ടുമുട്ടുകയും പിന്നെ അവരൊരുമിച്ചുള്ള ഒരു യാത്രയൊക്കെയാണ് സിനിമ പറയുന്നത്. രണ്ടുപേരും ത്രൂ ഔട്ട് പടത്തിൽ മുഴുവനായിട്ടും എനിക്ക് തോന്നുന്നു എല്ലാ സീനിലും സുരാജും ആസിഫും ഉണ്ടെന്ന് തോന്നുന്നു. അവരില്ലാത്ത സീനില്ലാന്ന് തോന്നുന്നു പടത്തിൽ. അപ്പോൾ പടത്തിൻ്റെ ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെങ്കിൽ കെട്ടിയോളാണ് എൻ്റെ മാലാഖ എന്ന സിനിമയ്ക്ക് ശേഷം അജി പീറ്റർ തങ്കം എന്ന് പറയുന്ന റൈറ്ററിൻ്റെ സ്ക്രിപ്റ്റാണ്. അത് തന്നെയായിരുന്നു ഈ പടത്തിനുള്ളൊരു പ്രതീക്ഷയും. കെട്ടിയോളാണ് എൻ്റെ മാലാഖ എന്ന് പറഞ്ഞ നല്ലൊരു സിനിമയ്ക്ക് ശേഷം ആൾ എന്താണ് അടുത്തത് എഴുതുന്നത് എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ സിനിമയ്ക്ക് പോയത്. തുടക്കം മുതൽ അവസാനം വരെ ഒരു ഫൺ ഫീൽഡ്, നല്ല ഫീൽ ഗുഡ് ഒരു എൻ്റർടൈനർ തന്നെയാണ് പടം. പടത്തിൻ്റെ ആദ്യത്തെ ഒരു 20 മിനിറ്റിൽ തന്നെ പടത്തിൻ്റെ ഒരു പ്രധാന പ്ലോട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം ഒരു ട്രാവൽ, അതിലൂടെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സംഭവങ്ങൾ വരുന്നു. പടത്തിൻ്റെ മൊത്തം ലെങ്ത് നോക്കുകയാണെങ്കിൽ ഒരു 2.25 മണിക്കൂറിനടുത്ത് ഉണ്ട് പടം. അതാണ് ഒരു പ്രശ്നമായിട്ട് തോന്നിയത്. കുറച്ചുകൂടെ ലെങ്ത് കുറക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു തോന്നുന്നു. ഇടയ്ക്ക് എനിക്ക് കുറച്ച് ലാഗൊക്കെ ഫീൽ ചെയ്തു. ഇതിൻ്റെ മ്യൂസിക് സൈഡ് വരികയാണെങ്കിൽ ഗോപി സുന്ദറും ജേക്സ് ബിജോയ് രണ്ടുപേരും കൂടെ ചേർന്നാണ് സംഗീതം നൽകിയിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് ജേക്സ് ബിജോയ് ആണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ എനിക്ക് തോന്നുന്നു BGM പടത്തിനെ ഒരുപാട് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല BGM ആണ്. ട്രാവൽ ചെയ്യുന്ന സീനിൽ മൊത്തത്തിൽ BGM പടത്തിന് നന്നായിട്ട് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പടത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു പ്രത്യേക കോമഡി സീൻസ് അങ്ങനെ ഇല്ല. നാച്ചുറൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിട്ടുള്ള കോമഡിയാണ്. അതൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പടം കുറച്ച് ലാഗ് എന്ന് തോന്നുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും ഒരു ചെറിയ ട്വിസ്റ്റ് പോലെ വരികയും ഒരു നമുക്ക് ടച്ച് ചെയ്യുന്ന എന്തെങ്കിലും സീൻ ഉണ്ടാവുകയോ ഇല്ലെങ്കിൽ നല്ലൊരു കോമഡി മൊമെന്റ്സ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ പാട്ട് ഒരു ബോട്ടിലൊക്കെ ഉള്ള സീനും അവിടുന്ന് ഒരു പാട്ട് ഒക്കെ ഉണ്ട്. ആ ഒരു ഏരിയ മാത്രം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കുറച്ച് ബോറായിട്ടുണ്ടോ എന്ന് തോന്നി എനിക്ക്. അപ്പോൾ തിയേറ്ററിൽ കുറച്ച് പേരൊക്കെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നതൊക്കെ കണ്ടു. പക്ഷേ പടം ത്രൂ ഔട്ട് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് നമുക്ക് കുറച്ച് ഇമോഷണലി ടച്ച് ആയിട്ട് തന്നെയാണ് പടം അവസാനിക്കുന്നത്. സുരാജ് ആണെങ്കിലും ആസിഫ് ആണെങ്കിലും അവരവരുടെ ക്യാരക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആസിഫ് ത്രൂ ഔട്ട് പറവൂർ സ്ലാങ് ആണ് പിടിച്ചിട്ടുള്ളത്. അത് തുടക്കം മുതൽ അവസാനം വരെ ആസിഫ് നന്നായിട്ട് ആ ഒരു മീറ്റർ പിടിച്ചിട്ടുണ്ട്. പക്ഷെ സുരാജ് ഒരു ഹൈ റേഞ്ച്, ഒരു കട്ടപ്പന സൈഡിലുള്ള ഒരാളായിട്ടാണ് ഇതിലെ ക്യാരക്ടർ. അത് നോക്കുകയാണെങ്കിൽ സുരാജിന് കുറേ സ്ഥലത്ത് എനിക്ക് തോന്നുന്നു ആ ഒരു സ്ലാങ് കൈവിട്ട് പോയതായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ കുറച്ച് ഇമോഷണൽ സീൻസിലൊക്കെ രണ്ടുപേരും ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഏകദേശം ക്ലൈമാക്സ് എൻഡിലാവുമ്പോഴാണ് രണ്ടുപേരുടെയും ക്യാരക്ടറിൻ്റെ ഒരു പേര് തന്നെ പറയുന്നത്. കാരണം സുരാജ് അങ്ങോട്ട് കൂട്ടുകാരാന്നും ആസിഫ് തിരിച്ച് ബോസേ എന്നുള്ള വിളി തന്നെയാണ്. അത് ചിലപ്പോൾ ചിലർക്ക് ഈ ബോസേ എന്നുള്ള വിളി കുറേ ഓവറല്ലേ എന്നുള്ളതൊക്കെ തോന്നാം. ടോട്ടലി പറയുകയാണെങ്കിൽ വലിയ ബഹളങ്ങളും അടിയിടി പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു ഫീൽ ഗുഡ് എൻ്റർടൈനർ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയ ഒരു നല്ലൊരു സിനിമ തന്നെയാണ് അഡിയോസ് അമിഗോ എന്ന ഈ സിനിമ. താങ്ക് യു.